പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനാമിക പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശനും ദേവയാനിയും ഒക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നീ എങ്ങോട്ടാ പോകാൻ നിൽക്കുന്നത്? മാറ്റിയൊരുങ്ങി സുന്ദരിയായിട്ടൊക്കെ നിൽക്കുകയാണല്ലോ, നീ എങ്ങോട്ടാ പോകുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് ദേവയാനി. അങ്ങനെ ആ സമയത്ത് അവരോട് രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട്, അത് പിന്നെ എന്നെ അനി വിളിച്ചിട്ടാണ് പുറത്ത് പോകുന്നത്. എന്താണെന്നറിയില്ല, ഈയിടെ ആയിട്ട് അവന് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അവൻ എന്നോട് പുറത്തോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്നാണ് പറഞ്ഞത് എന്നൊക്കെ കള്ളം പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് മുത്തശ്ശി ദേവയാനിയോട് പറയുന്നുണ്ട്, സമാധാനമായി, മോളെ കാര്യത്തിലായിരുന്നു അനിയുടെയും കാര്യത്തിലായിരുന്നു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത്. അവരേതായാലും നല്ല രീതിയിലാണെന്ന് തോന്നുന്നു, അല്ലാതെ അനി ഇപ്പോൾ പുറത്തോട്ടൊന്നും പോകാൻ വിളിക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശി. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, ആ കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം നല്ല രീതിയിൽ പോകുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇനി അനാമിക എന്തെങ്കിലും കള്ളം പറഞ്ഞ് പുറത്ത് പോവുകയാണോ എന്നുള്ളതൊന്നും അറിയില്ല. ഏതായാലും അനി നന്നായിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആവട്ടെ, അത് തന്നെയാണ് ആഗ്രഹം. അവൾ വല്ല കള്ളത്തരവും കാണിക്കുകയല്ലാതിരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ദേവയാനി. അങ്ങനെ നമ്മുടെ അനാമിക നേരെ പോകുന്നത് അനന്തപുരിൻ്റെ ആ ഒരു മൂർത്തീസ് ജ്വല്ലറിയിലേക്കാണ്. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറി പോയിട്ട് അനാമിക അവിടുത്തെ നെക്ലേസും കളക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അനാമികയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു നെക്ലേസ് അവിടുന്ന് എടുക്കുകയാണ്. എന്നിട്ട് അവിടെയുള്ള ആളുകളോട് പറയുന്നുണ്ട്, ബില്ല് പേയ്മെൻറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഞാൻ അനന്തപുരിയിലെ മരുമകളാണ്, എന്നോട് നിങ്ങൾ എന്തിനാണ് ഈ പൈസയൊക്കെ ചോദിക്കുന്നത്? ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ? എന്നോട് അവിടുത്തെ ഉള്ളവർ ഇവിടെ വന്നിട്ട് സ്വർണം വാങ്ങിക്കാനാണ് പറഞ്ഞത്, ബില്ല് കൊടുക്കണ്ട, ജസ്റ്റ് അവരോട് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടുന്ന് ഒരു നെക്ലേസും എടുത്തിട്ട് പോവുകയാണ്. ആ സമയത്ത് അവിടെയുള്ള ഒരു സ്റ്റാഫ് ആദർശിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് അനാമിക അനന്തപുരിയിലോട്ട് എത്തുകയാണ്. ആ സമയത്ത് അനന്തപുരിയിൽ എത്തുന്ന സമയത്ത് അനാമികയുടെ കഴുത്തിൽ ആ ഒരു നെക്ലേസ് കണ്ടിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, കഴുത്തിൽ പുതിയ നെക്ലേസൊക്കെ ഉണ്ടല്ലോ, അടിപൊളി ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, അത് എനിക്ക് അനി വാങ്ങി തന്നതാണ്, ഞാൻ പറഞ്ഞില്ലായിരുന്നു വല്യമ്മേ, അനി ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ് എന്നുള്ളത്. ഞാൻ പോകുന്ന സമയത്ത് എന്നോട് മൂർത്തീസ് ജ്വല്ലറിയിലേക്കാണ് വരാൻ പറഞ്ഞത്, എന്നിട്ട് അവന് ഇഷ്ടപ്പെട്ട നെക്ലേസ് എനിക്ക് വാങ്ങിച്ച് തരികയായിരുന്നു. ഞാൻ ഒരുപാട് തവണ അവനോട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവൻ നിർബന്ധിപ്പിച്ച് വാങ്ങി എൻ്റെ കഴുത്തിൽ കെട്ടിത്തരികയായിരുന്നു എന്നൊക്കെ പറയുകയാണ് അനാമിക. അങ്ങനെ ഇത് കേട്ടിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല എന്നിട്ട് ഈ സർപ്രൈസായ ഗിഫ്റ്റ് തന്ന ആളെവിടെ, നമ്മുടെ ചെക്കനെവിടെ, നമ്മളെയൊക്കെ പറ്റിച്ച് നടക്കുകയായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അത് പിന്നെ അവന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ല, ഞാൻ തനിയെ വീട്ടിലേക്ക് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വരികയായിരുന്നു എന്ന് പറയുകയാണ്. അങ്ങനെ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അല്ല മോളെ, ഇത് പുതിയ കളക്ഷനല്ലേ, ഇത് തന്നെ മോൾക്ക് എടുക്കണമായിരുന്നോ? അവിടെ വേറെ പഴയ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിൽ ജസ്റ്റ് നോക്കിക്കൂടായിരുന്നോ? ഇത് നയന പുതിയതായി വരച്ച ഡിസൈനാണെന്ന് തോന്നുന്നു, ഇത് ആരൊക്കെയോ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ അറിയാൻ സാധിച്ചത് മോളെ, മോൾക്ക് പഴയതിൽ നോക്കിക്കൂടായിരുന്നോ എന്നൊക്കെ പറയുന്ന സമയത്ത്, അതെന്താ വല്യമ്മ എന്നോട് അങ്ങനെ പറഞ്ഞത്? എനിക്കിഷ്ടമുള്ളത് പോയി എടുക്കാനുള്ള അവകാശം എനിക്കില്ലേ? പിന്നെ പുതിയതാണെന്ന് വെച്ചിട്ട് അവിടെ വെക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നയനടുത്തേക്കാണെന്നുണ്ടെങ്കിൽ ഇതൊന്നുകൂടെ വരച്ചെടുത്താൽ പോരെ, എന്നാൽ അവർ ഡിസൈൻ ചെയ്തുകൂടെ? എന്താണെന്നറിയില്ല, ഇതെനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുകയാണ് അനാമിക. അങ്ങനെ പിന്നെ ദേവയാനി മറുത്തൊന്നും പറയാതെ നിൽക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, ഏതായാലും നിങ്ങളുടെ കാര്യത്തിലായിരുന്നു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത്, നിങ്ങൾ ഒന്നിച്ചു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം മോളെ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് അനാമികയോട് നേരെ വന്ന് ദേഷ്യപ്പെടുകയാണ്, എടി അനാമിക, നീ എന്തിനാണ് മൂർത്തീസ് ജ്വല്ലറിയിൽ വന്നിട്ട് അവിടുന്ന് സ്വർണവുമായിട്ട് പോകുന്നത്? നിന്നോട് ഞാൻ അവിടുന്ന് സ്റ്റാഫ് പറഞ്ഞതല്ലായിരുന്നോ ഇത് എടുത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത്? ഇത് മറ്റൊരാൾ ഓർഡർ ചെയ്ത് വെച്ച സാധനമാണ് എന്നുള്ളത് പറഞ്ഞതല്ലേ? പിന്നെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അനിയോടോ അല്ലെങ്കിൽ നിൻ്റെ അച്ഛനോടോ പറയാമായിരുന്നില്ലേ? ഇങ്ങനെ ജ്വല്ലറിയിൽ കയറിയിട്ട് ആരോടും ഒന്നും പറയാതെ എടുത്തുകൊണ്ട് വരികയാണോ? അത് ചോദ്യം ചെയ്ത സ്റ്റാഫിനോട് ചൂടാവുകയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ദേഷ്യപ്പെടുകയാണ്.
അപ്പോൾ ഇത് കേട്ടിട്ട് മുത്തശ്ശിയും ദേവയാനിയും ഒക്കെ ആകെ ഞെട്ടി നിൽക്കുകയാണ്. കാരണം ഇത്രയും നേരം അവൾ കള്ളങ്ങൾ മെനഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുകയാണ്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അത് നമ്മുടെ അനിമോന് പറഞ്ഞിട്ടാണ് അവൾ എടുത്തുകൊണ്ട് വന്നത്. അനി ഉണ്ടായിരുന്നല്ലോ കൂടെ, അനിയാണല്ലോ അവൾക്ക് കഴുത്തിൽ കെട്ടിക്കൊടുത്തത് എന്നൊക്കെ പറയുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ട്, ഇവൾ പറയുന്ന പച്ചക്കള്ളവും വിശ്വസിച്ച് നിങ്ങൾ നിന്നാൽ മതി, അത് വിശ്വസിക്കാൻ വേറെ ആരും തയ്യാറാവില്ല. ഇനി നിങ്ങൾക്കൊക്കെ സംശയമുണ്ടെങ്കിൽ അവിടുത്തെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരാം എന്താ അവിടെ നടന്നിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആദർശ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല അനാമിക, നീ എന്ത് പണിയാണ് ചെയ്തത്? ഞങ്ങളോട് ഇത്രയും നേരം നീ പറഞ്ഞുകൊണ്ടിരുന്നത് കള്ളമായിരുന്നല്ലേ? നിനക്ക് വേണമെങ്കിൽ നിൻ്റെ അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ ഞങ്ങളോടോ പറയാമായിരുന്നില്ലേ? ഞങ്ങളുടെ അടുത്ത് സ്വർണ്ണമുണ്ടല്ലോ, അത് തരുമായിരുന്നല്ലോ എന്നൊക്കെ ദേവയാനി പറയുന്ന സമയത്ത്, അത് പിന്നെ വല്യമ്മ പലതവണ നിങ്ങൾ നയനയ്ക്ക് സ്വർണം ഗിഫ്റ്റായിട്ട് കൊടുത്തു, ആ സമയത്തൊന്നും എനിക്ക് തരണമെന്നുള്ള ചിന്തയുണ്ടായിരുന്നില്ലല്ലോ. അവൾക്ക് കെട്ടുകണക്കിന് സ്വർണ്ണമാണല്ലോ നിങ്ങളൊക്കെ കൊടുത്തത്. അപ്പോൾ പിന്നെ ഞാൻ അനന്തപുരിയിലെ ജ്വല്ലറിയിൽ പോയിട്ട് ഒരു സ്വർണം എടുത്തതിന് എന്താ ഇത്ര പ്രശ്നം? ഇത് എനിക്കും കൂടെ അവകാശപ്പെട്ടതല്ല, എനിക്കും അവകാശപ്പെട്ടതല്ലേ എന്നൊക്കെ പറയുകയാണ് അനാമിക. ആ സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല അനാമികയെ, നീ ഇത് എടുത്തുകൊണ്ട് വന്നത് അനി അറിയോ? അനിയുടെ അറിവോടെയാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിൽക്കുകയാണ് അനാമിക. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, അനിയും അറിയില്ല, ആരും അറിയില്ല. കാരണം ഈ കാര്യം ഞാൻ അറിഞ്ഞ സമയത്ത് തന്നെ അനിക്ക് വിളിച്ച് ചോദിച്ചിരുന്നു, അവനിതൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത്, അവനിങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് ആദർശ്. അങ്ങനെ പിന്നീട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അനി അവിടേക്ക് വരുന്നത്. എന്നിട്ട് അനാമികയുടെ നേരെ അടുത്ത് വന്നിട്ട് മുഖത്ത് 2 അടി കൊടുക്കുകയാണ്. എന്നിട്ടാണ് അനാമികയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, നീ കള്ളത്തരം കാണിച്ചിട്ട് എൻ്റെ മേലിടാൻ നോക്കുകയാണോ അനാമികയെ? നിനക്കെപ്പോഴാണ് ഞാൻ ഗിഫ്റ്റ് തന്നത്? നിൻ്റെ കഴുത്തിലെപ്പോഴാണ് ഞാൻ കെട്ടിത്തന്നത്? നീ എന്താ നാടകം കളിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ അനി. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് മുത്തശ്ശിയൊക്കെ. അങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല മോനെ നീ മോൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത്, ഞങ്ങളൊക്കെ അത് വിശ്വസിച്ച് നിൽക്കുകയായിരുന്നു, ഇവളിങ്ങനെ കള്ളത്തരം പറയും എന്നുള്ളത് ഞങ്ങൾ കരുതിയില്ല. മോനും മോളും നന്നായി എന്നറിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുകയായിരുന്നു ഞാനും വല്യമ്മയും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് അനി പറയുന്നുണ്ട്, ഞാനും ഇവളും നന്നാവണമെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ടാമതൊന്ന് ജനിക്കണം. കാരണം ഇവളുടെ സ്വഭാവം അത്രയ്ക്കും മോശമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തെളിഞ്ഞില്ലേ, വളരെയധികം മോശപ്പെട്ട സ്വഭാവമാണ് ഇവളുടേത് എന്നുള്ളത്. ഇവളെ ഒരിക്കലും ഞാൻ ഭാര്യയായി അംഗീകരിക്കില്ല. ഇവൾ പണത്തിന് വേണ്ടിയിട്ടും സ്വർണത്തിന് വേണ്ടിയിട്ടും എന്നെ സ്നേഹിച്ച് നടക്കുന്നത്. സ്നേഹിക്കുക എന്ന് പറയാൻ പറ്റില്ല, എന്നെ വഞ്ചിക്കുകയാണ് ഇവൾ എന്നൊക്കെ മറുപടി കൊടുക്കുകയാണ് അനി. അങ്ങനെ ഈ ഒരു സമയത്താണ് നയന അവിടേക്ക് വരുന്നത്. എന്നിട്ട് നയനയും അവളുടെ കഴുത്തിൽ കിടക്കുന്ന നെക്ലേസ് കണ്ടിട്ട് പറയുന്നുണ്ട്, ആദർശേട്ടാ, ഇത് ഇവളുടെ കഴുത്തിൽ എങ്ങനെ വന്നു? ഞാൻ പുതുതായി വരച്ചിട്ടുള്ള ഡിസൈൻ ആണല്ലോ ഇത്, ഓർഡർ ചെയ്ത ആൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചതാണല്ലോ, അവർ ബുക്ക് ചെയ്ത സാധനമല്ലേ, ഇതെങ്ങനെ ഇവളുടെ കഴുത്തിൽ വന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നടന്ന കാര്യങ്ങളൊക്കെ ആദർശം എല്ലാവരും നയനയോട് പറയുകയാണ്. എന്നിട്ട് നയന പറയുന്നുണ്ട്, വെറുതെ അല്ല നീ എൻ്റെ ഡിസൈൻസൊക്കെ നോക്കി ഇങ്ങനെ ഞാൻ കാണാതെ എടുത്ത് നോക്കിയതൊക്കെ, നിനക്ക് ഇതിനായിരുന്നല്ലേ? അല്ലാത്ത സമയത്തൊക്കെ നീ എന്നെ കുറ്റപ്പെടുത്തുകയും ഞാൻ വരച്ച ഡിസൈനിനെ കുറിച്ച് കുറ്റപ്പെടുത്തുകയുമാണല്ലോ ചെയ്യാറുള്ളത്. ഇപ്പോൾ നിനക്ക് എങ്ങനെ ഇതിൻ്റെ ആവശ്യം വന്നോ, ഇതിനോടൊരു ഇഷ്ടം തോന്നി എന്നൊക്കെ പറയുന്ന സമയത്ത്, ഇതിനോടൊരു നിങ്ങൾ വരച്ചത് കൊണ്ടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടൊന്നുമല്ല, എനിക്കെന്താണെന്നറിയില്ല, കുറച്ച് വിലപിടിപ്പുള്ള ഒരു ഇത് കണ്ടാലും ഒരു പോഷ് ലുക്കുള്ളതും ഇതാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ എടുത്തതാണ് എന്നൊക്കെ ഇങ്ങനെ അനാമിക തർക്കുത്തരം പോലെ പറയുന്നുണ്ട്. എന്നിട്ട് നിനക്ക് മാത്രം ഇവിടെ രാജകുമാരിയായിട്ട് നടന്നാൽ മതിയോ? എനിക്കും നടക്കണ്ടേ? എനിക്കും അതിനുള്ള അവകാശമില്ലേ? എനിക്കും കൂടെ അവകാശപ്പെട്ട ജ്വല്ലറിയാണത്, അവിടെ സ്വർണം എടുക്കാനുള്ള അവകാശം എനിക്കുമുണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ് അനാമിക. ഈ സമയത്ത് അനി പിന്നീടും ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്, എനിക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞിട്ട് നീ അവിടെ നിന്ന് എടുക്കേണ്ട കാര്യമില്ല. ഞാൻ ഭാര്യയായിട്ട് അംഗീകരിക്കാത്തിടത്തോളം കാലം നിനക്ക് ഒന്നിലും ഇവിടെ അധികാരവും അവകാശവുമില്ല എന്നൊക്കെ പറയുകയാണ് അനി.